6 മാസത്തേക്ക് മത്സ്യമാംസാദികൾ പാടേ വർജിക്കുക. തന്നിട്ടുള്ള അഷ്ടചൂർണം 2 തടം ഗോമൂത്രത്തിൽ നന്നായി കലക്കി അങ്ങോട്ട് സേവിക്കുക 3 നേരം. ഗോമൂത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പശുവിന്റെ അല്ലേ, ഈ പശുവിന്റെ മൂത്രം തന്നെ. ഈ ഗോമൂത്രം എന്ന് പറഞ്ഞാൽ കാലത്ത് പശു ഉണർന്ന് എണീറ്റ് ആദ്യം ഒഴിക്കുന്ന മൂത്രമായിരിക്കണം. അപ്പൊ പശു ഉണരുന്നത് നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കണം. പിന്നെ 7 കിണറിൽ നിന്നുള്ള ശുദ്ധജലം, അതും അതിരാവിലെ ശേഖരിക്കണം. അപ്പൊ മാലിന്യം ഉണ്ടാവില്ല. അതിരാവിലെ ഈ വെള്ളം എടുക്കാൻ പോകുന്ന നേരത്താണ് പശു ഗോമൂത്രം ഒഴിക്കുന്നതെങ്കിലോ? 2 സ്ഥലത്ത് നിങ്ങൾ തന്നെ പോണമെന്നില്ല, സഹായികളെ നിർത്തിയാലും മതി. അപ്പോ ഈ ശുദ്ധജലത്തില് ആടലോടകം, നന്നാരി വേരെ, തിർപ്പല്ലി തിളപ്പിച്ച് കഷായിട്ട് കുടിക്കുക. വൈദ്യരെ, ഈ കാലിന്റെ ചിരട്ട പോയി, കലങ്ങി പോയി. അതിനാണ് ഈ ചന്നി നായകം മോട്ടയും. എല്ലാം വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. പോയിട്ട് 1 മാസം കഴിഞ്ഞ് വരും. വരാവുന്ന അവസ്ഥയിലാണെങ്കിൽ വരാം.